പത്തനംതിട്ട നിരണത്തെ പക്ഷിപ്പനി ബാധ സ്ഥിരീകരിച്ച സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലെ താറാവുകളെ കൊന്നെടുക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തു പക്ഷികളെ വ്യാഴാഴ്ച കൊല്ലും. എന്നാൽ ഫാമിന് പുറത്ത് ഇതുവരെയും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ല. വിവരങ്ങളുമായി മിഥുൻ മുരളി ഉണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലെ 4500ഓളം താറാവുകളെയാണ് കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത്. ഫാമിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലെ താറാവുകളുടെ വിവരങ്ങളും ശേഖരിച്ചു വരികയാണ്. ഇതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് പത്തനംതിട്ട നിരണം സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തത്. താറാവ് കുഞ്ഞുങ്ങളടക്കമാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായത്. സാമ്പിളുകൾ പിന്നീട് പരിശോധനയ്ക്ക് അയച്ച് മുൻപ് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും നിരണം പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും പഞ്ചായത്തിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടയിൽ ഇത് പക്ഷിപ്പനി തന്നെയാണെന്നുള്ള സ്ഥിരീകരണം ഭോപ്പാലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഈ താറാവുകളെ കൂട്ടത്തോടെ കൊല്ലുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത്. ഈ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൂട്ടത്തോടെ താറാവുകളെ കൊന്നൊടുക്കാം എന്നുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. 4500-ലധികം താറാവുകളാണ് ഈ താറാവ് വളർത്തൽ കേന്ദ്രത്തിലുള്ളത്. അതിനെ മുഴുവൻ കൊന്നൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ മുഴുവൻ താറാവുകളെയും കോഴികളും അടക്കമുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കുന്ന നടപടിയിലേക്കും കടക്കേണ്ടതുണ്ട്. അത് അടുത്ത ദിവസങ്ങളിലേക്കായിരിക്കും ഈ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുക. വ്യാഴാഴ്ചയോടുകൂടി പ്രദേശത്തെ മുഴുവൻ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ദേവിക, വാർത്തയുടെ വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുകയായിരുന്നു മിഥുൻ മുരളി.